എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് പ്രകാരം വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനും അതുപോലെ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാനുമുള്ള സൗകര്യം ഇന്ന് വരെ ആയിരുന്നു. അതായത് ഈ ജൂൺ 21 വരെ ആയിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എങ്ങനെയാണ് പരിശോധിക്കുക, അതുപോലെ തന്നെ എങ്ങനെയാണ് അഡ്മിഷൻ നേടുക എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ റെഗുലർ 2025-26 എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കാണാം. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. നിലവിൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് പരിശോധിക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ഇതിലേതെങ്കിലും ഒന്ന് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നോ സെലക്റ്റഡ് ദിസ് ടൈം എന്നാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് കോളേജിൽ ഏത് കോഴ്സിൽ കിട്ടിയിട്ടുള്ളതെന്നുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അഡ്മിഷൻ ഒന്നും കിട്ടത്തില്ല. അതുപോലെ തന്നെ ട്രയൽ റാങ്ക് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ട്രയൽ റാങ്ക് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ മൊബൈൽ നമ്പർ ഇതിലേതെങ്കിലും ഒന്ന് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫഷണൽ റാങ്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ലാസ്റ്റ് ഇൻഡെക്സ് ഇൻ ട്രയൽ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഏത് ജില്ലയിലെ ആ ഒരു പോളിടെക്നിക് കോളേജിൻ്റെതാണോ അറിയേണ്ടത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഏത് പോളിടെക്നിക് കോളേജാണോ അറിയേണ്ടത് ആ ഒരു പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്തെടുക്കുക. അതുപോലെ ഏത് കോഴ്സിൻ്റെതാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ആ ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് കോട്ടയാണ്, ജനറൽ കോട്ടയുണ്ട്, അതുപോലെ തന്നെ വിവിധ തരം വേറെ കുറേ കോട്ടകളുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ജനറൽ കോട്ടയാണ് നോക്കുന്നത്. അപ്പോൾ അത് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഓക്കെ കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ അതായത് ഈ ഒരു കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 1776 ഇൻഡെക്സ് സ്കോർ എന്ന് പറയുന്നത് 9. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഓരോ കോഴ്സുകളുടെയും അറിയാൻ സാധിക്കുന്നതാണ്. അത് ഓരോ കോഴ്സും ഓരോ ജില്ലയിലെയും ഓരോ പോളിടെക്നിക് കോളേജുകളിലെയും ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എപ്പോഴാണ് വരിക എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്നത് ജൂൺ 25 ഫസ്റ്റ് അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് ഒന്നുകിൽ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾ എടുക്കേണ്ടതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 10-20 ഓപ്ഷൻ കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ, അതായത് ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. അതായത് കോളേജിൽ പോയിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും മറ്റും കൊടുത്തുകൊണ്ട് ഫീസും അടച്ചുകൊണ്ട് നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷനാണ് ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ എടുക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സീറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അതായത് എനിക്കിപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, എനിക്ക് പഠിക്കാൻ താല്പര്യം ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ അതാണ്. അപ്പോൾ അത് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ആ ഒരു ജോയിൻ ചെയ്യും. അതിനുശേഷം ഇവിടെ ഹയർ ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി പോകാത്തത് കൊണ്ട് തന്നെ ഹയർ ഓപ്ഷൻസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് അവിടെ തന്നെ ആയിരിക്കും അഡ്മിഷൻ ഉണ്ടായിരിക്കാം. ഇനിയിപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കോളേജ്, ഇഷ്ടമില്ലാത്ത കോഴ്സിലേക്കാണ് കിട്ടിയത്, നിങ്ങൾക്ക് ആദ്യം താല്പര്യമുണ്ടായിട്ട് കൊടുത്തതായിരുന്നു, എന്നാൽ പിന്നീട് താല്പര്യം തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ വീടിന് അടുത്തുള്ള പോളിടെക്നിക് ആയിരിക്കില്ല, ചിലപ്പോൾ കുറച്ച് ദൂരത്തൊക്കെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോളിടെക്നിക്കിൽ പോയിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചതിൻ്റെ അലോട്ട്മെൻറ്റ് മെമ്മോ കൂടി എടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ആ ഒരു പോളിടെക്നിക് കോളേജിൽ പോവുക. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്ത് നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തും. അത് ടെമ്പററി അഡ്മിഷനായിട്ട് രേഖപ്പെടുത്തും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ഉണ്ടാവും. ഇനിയിപ്പോൾ അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നേ ദിവസം തന്നെ ആ ഒരു ഏത് പോളിടെക്നിക് കോളേജിലാണ് കിട്ടിയത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഫീസ് അടച്ച് നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ്, എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഓപ്ഷൻ എനിക്ക് വേണ്ട, അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് അടുത്ത ഓപ്ഷനിൽ വേറൊരു ഓപ്ഷനാണ് കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നത്, അപ്പോൾ അങ്ങനെയെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ നേടുക. അതായത് അടുത്തുള്ള പോളിടെക്നിക് കോളേജിൽ, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുക നിങ്ങൾ അവിടെ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നത് എന്നുള്ളത്. അത് എവിടെയാണോ കിട്ടിയത് അവിടെ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നത് എന്നുള്ളത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും പോളിടെക്നിക് കോളേജിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്യും.
റിപ്പോർട്ടിംഗ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നിങ്ങൾക്കത് തിരിച്ചു തരും. അതിനുശേഷം അവിടെ ടെമ്പററി ആയിട്ട് ഇന്ന കോളേജിൽ നിങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തും. അപ്പോൾ അതിനുശേഷം പിന്നീട് നടക്കുന്നത്, അതായത് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് ഒരു ജൂൺ 30 വരെയാണ് ഈ ഒരു രീതിയിൽ അഡ്മിഷൻ അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾ ആ ഒരു റിപ്പോർട്ടിംഗ് അല്ല ജോയിനിങ് ആണ് ചെയ്യേണ്ടത്, അത് പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ അതിനുശേഷം പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് എവിടെ കിട്ടിയിട്ടില്ലെങ്കിലും ആ ഒരു ഓപ്ഷൻ തന്നെയാണ് ഉള്ളതെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾ കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നിർബന്ധമായിട്ടും എടുക്കണം. ഇല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും. അതുപോലെ തന്നെ പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്കിപ്പോൾ വേറൊരു ഓപ്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ സീറ്റ് അവിടെ നഷ്ടപ്പെടും. പിന്നീട് പുതുതായിട്ട് കിട്ടിയ ആ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചു, നിങ്ങൾ റിപ്പോർട്ടും ചെയ്തിട്ടില്ല, ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും, അതായത് ഒന്നാമത്തെ ഓപ്ഷൻ അല്ലാതെ ഏത് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് താല്പര്യമില്ലെങ്കിൽ കൂടി നിങ്ങൾ കോളേജിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും പോളിടെക്നിക്കൽ കോളേജിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യാവുന്നതും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് അവിടെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതുമാണ്. പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷൻ കിട്ടുന്ന സാഹചര്യത്തിൽ പുതുതായിട്ട് കിട്ടിയ ആ ഒരു ഓപ്ഷനിലേക്ക് മാറാം. അതേസമയം വേറെ കിട്ടിയിട്ടില്ല എങ്കിൽ നിലവിൽ കിട്ടിയ ആ ഒരു സീറ്റിൽ തന്നെ പിന്നീട് നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇവിടെ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷവും നിങ്ങൾക്ക് ആ ഒരു സീറ്റ് ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതിനുശേഷം പിന്നീട് ജില്ലാ നോഡൽ പോളിടെക്നിക് കോളേജ് അതുപോലെ തന്നെ പോളിടെക്നിക് കോളേജുകളിലൊക്കെ വെച്ചുകൊണ്ട് സ്പോട്ട് അഡ്മിഷൻ നടത്തപ്പെടും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കുകയും അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജുകളിലേക്കും അതുപോലെ തന്നെ കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്ന സമയത്ത് കോളേജിൽ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്കോ അല്ലെങ്കിൽ കോഴ്സുകളിലേക്കോ മാറുന്നതിനായിട്ടുള്ള സൗകര്യം ലഭിക്കുന്നതും ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികളെ പോളിടെക്നിക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക ഈ ഒരു ജൂൺ 25 അതുപോലെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ ടൈമിൽ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ടുള്ള അവസരം നൽകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.